ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന്റെ അതായത് SSC CGL CHSL എക്സാമിന്റെ സെക്ഷൻ 3 ടോപ്പിക്കായ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിലെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലെ പാർട്ട് 3 ക്ലാസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട, അതായത് ഒരു സിസ്റ്റത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണുന്ന എല്ലാവർക്കും നല്ല ഒരു പ്രയോജനമായിരിക്കും. അപ്പം ഉറപ്പായിട്ടും എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത്? നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകും ഏതൊക്കെയാണ്. വിൻഡോസ്, ലിനക്സ്, ഒറാക്കിൾ, ഡോസ്. നിങ്ങൾ അതിൽ കേട്ടിട്ടില്ലാത്തത് ഏതാണെന്ന് പറയാമോ? ഒറാക്കിൾ ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് വരുന്നത്. വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്, ലിനക്സ് കേട്ടിട്ടുണ്ട്, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഡോസ് കേട്ടിട്ടുണ്ട്. ഇത് മാത്രമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത്. അപ്പോൾ ഒറാക്കിൾ എന്താണ്? വാട്ട് ഈസ് ഒറാക്കിൾ? is an RDBMS. What do you mean by RDBMS? Relational Database Management System. ഒരു DBMS ആണ്, DBMS സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഒറാക്കിൾ എന്ന് പറയുന്നത്. ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ആരെന്ന് പറയുന്നത്, ഒറാക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. തന്നിരിക്കുന്നതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നായിരുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? When was the first operating system developed? ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് ഡെവലപ്പ് ചെയ്തത്? പറയാൻ പറ്റുമോ എല്ലാവർക്കും? ആൻസർ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ആൻസർ 1950 ആണ് ആൻസർ എന്ന് പറയുന്നത്. The first operating system was developed in the early 1950s ആണ്. Okay, it was also called a single stream batch operating system because it presented data in groups. ഡേറ്റയെ ഗ്രൂപ്പായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ആദ്യം ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇത് എന്നായിരുന്നു ചോദിച്ചാൽ എന്നാണ്? 1950 ആണ്, തെറ്റിപ്പോരുത്. ഓക്കെ, then the next question, when were the MS-DOS, അതായത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വിൻഡോസ് ഒക്കെ വന്നിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. ബട്ട് ദ ഇയർ ഈസ് 1985 ആണ്. ദ ഫസ്റ്റ് MS വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ early 1985 ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളുക. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is the extension of notepad? നോട്ട്പാഡിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുമ്പോൾ ഇതിലെ ഏത് എക്സ്റ്റൻഷൻ ആണ് വരുന്നത്? സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇറ്റ് ഈസ് .txt ആണ്. .txt ഫയലായിട്ടാണ് എന്ത് സേവ് ചെയ്യുന്നത്? നോട്ട്പാഡിൽ നമ്മൾ എന്തെങ്കിലും പിന്നെ ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ നോട്ട്പാഡ് എടുത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യുമ്പോൾ .txt ഫയലുകളായിട്ടാണ്, ടെക്സ്റ്റ് ഫയലുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സേവ് ആവുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BIOS is used. BIOS ആരാണ് യൂസ് ചെയ്യുന്നത്? ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബൈ കമ്പൈലർ, ബൈ ഇന്റർപ്രറ്റർ, ബൈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആൻസർ ഈസ് ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. BIOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കോൺഫിഗർ, ഐഡന്റിഫൈ ദ ഹാർഡ്വെയർ ഇൻ ദ സിസ്റ്റം സച്ച് ആസ് ഹാർഡ് ഡ്രൈവ്, ഫ്ലോപ്പി ഡ്രൈവ്, ഒപ്റ്റിക്കൽ ഡ്രൈവ്, CPU, മെമ്മറി. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. റോമിനകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ ഫേംവെയറുകൾ എന്ന് പറയുന്നത്. ഇത്തരം ഇൻസ്ട്രക്ഷൻസുകളാണ് എന്തിനകത്ത് ഉണ്ടാവുക? BIOS എന്ന് പറയുന്ന ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തിനകത്ത് ഉണ്ടാവുക. ഇയാൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നതിന് സമയത്ത് നമ്മുടെ മീൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ പറയുന്ന ഹാർഡ്വെയർ ഡിവൈസുകളെല്ലാം, അതായത് ഡ്രൈവ്, ഫ്ലോപ്പി ഡ്രൈവ്, CPU, മെമ്മറി, ഇവയൊക്കെ പ്രോപ്പർലി വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? BIOS എന്ന് പറയുന്നത്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഡിവൈസുകളെല്ലാം കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? BIOS. ഇത് ആരാണ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആരെ യൂസ് ചെയ്യുന്നത്? BIOSനെ ഇത് ചെയ്യുന്നത്. അപ്പൊ റോമിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, റോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ OSനെ ലോഡ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ബൂട്ട് ചെയ്യാന്ന് പറയും, ബൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യുന്നു. അതുപോലെ BIOS എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തുന്നു. BIOS എന്ന് പറഞ്ഞാൽ എന്താണ് നടക്കുന്നത്? പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഒക്കെ ഉണ്ട്. പോസ്റ്റ്, പവർ ഓൺ സെൽഫ് ടെസ്റ്റ്, അതൊക്കെ എന്തിന്റെ നടക്കുന്നതാണ്? BIOSനകത്ത് നടക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇത്തരം ഡിവൈസുകളൊക്കെ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പോസ്റ്റ് ഓപ്പറേഷൻ. അപ്പൊ അത് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? BIOS. ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ് ഇരിക്കുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വാട്ട് ഈസ് മീൻ ബൈ ദ ബൂട്ടിംഗ് ഇൻ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റീസ്റ്റാർട്ടിംഗ് ദ കമ്പ്യൂട്ടർ, ഇൻസ്റ്റാൾ ദ പ്രോഗ്രാം, ടു സ്കാൻ, ടു ടേൺ ഓഫ്. ബൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാന്നാണ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുക, OS ലോഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ബൂട്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റീസ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ. ആഫ്റ്റർ റീസ്റ്റാർട്ടിംഗ് ദർ ഈസ് നോ സോഫ്റ്റ്വെയർ ഇൻ ദ കമ്പ്യൂട്ടർ ഇൻ ദ മെയിൻ മെമ്മറി. ഓക്കെ, അപ്പം വീണ്ടും OS ലോഡ് ചെയ്യുമ്പോൾ റാം എന്തായിരിക്കും? എംടി ആയിരിക്കും. റാമിൽ പവർ ലോസ് ആയ, ഡേറ്റ നഷ്ടപ്പെടുന്ന മെമ്മറിയാണ് എന്തെന്ന് പറയുന്നത്? റാം. അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. അപ്പൊ OS ലോഡ് ചെയ്യുമ്പോൾ വീണ്ടും എന്താവും? റാം എംടി ആയിരിക്കും എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഹെഡിങ്, when does the page fault occur? എന്താണ് പേജ് ഫാൾട്ട്? ഓർത്തിരിക്കുക, പേജ് ഫാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് the page is present in the memory, the deadlock occur, the page does not present in the memory. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് പേജ് ഫാൾട്ട് എന്ന് വെച്ചാൽ ഒരു പേജ് നമ്മൾ മെമ്മറിയിൽ നോക്കുമ്പോൾ, അതായത് റാമിൽ ഞാൻ പോയി P1 എന്ന് പറയുന്ന പേജിനെ സെർച്ച് ചെയ്തു, ഈ പേജ് അവിടെ കാണുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് പേജ് ഫാൾട്ട്. പേജ് ഫാൾട്ട് എന്ന് വെച്ചാൽ the page does not present in the memory. The page fault occur when the process tries to access the block page of memory and that page is not stored in RAM. So that is called page fault. Clear ആണെന്ന് വിചാരിക്കുന്നു. So the next question, എന്താണ് ബാങ്കേഴ്സ് അൽഗോരിതം ഈസ് യൂസ്ഡ്? എന്താണ് ബാങ്കേഴ്സ് അൽഗോരിതം? നമ്മുടെ നിങ്ങൾ കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നവർക്ക് മാത്രമേ ഈ ബാങ്കേഴ്സ് അൽഗോരിതം ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിരവധി പ്രോസസ്സുകളാണ് എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിനകത്ത് റൺ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ P1, P2 എന്ന് പറയുന്ന പ്രോസസ്സുകൾ റൺ ചെയ്യുന്നു. അപ്പൊ P1 എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, R1 എന്ന് പറയുന്ന റിസോഴ്സിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോ അത് കൂടാതെ ഇവൻ R2 എന്ന് പറയുന്ന റിസോഴ്സിനെ എന്ത് ചെയ്യുന്നു? ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മനസ്സിലായോ? അതേസമയം P2 എന്ന് പറയുന്ന പ്രോസസ് ആരെ ഉപയോഗിക്കുകയാണ്? R2നെ ഉപയോഗിക്കുകയാണ്. P2 ആരെ ആവശ്യപ്പെടുന്നു? R1നെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു സർക്കിളായിട്ട് ഒരു അനങ്ങാൻ വയ്യാത്തൊരു അവസ്ഥ വയ്ക്കുന്നുണ്ട്. P1 R1നെ ഉപയോഗിക്കുകയും R2നെ ആവശ്യപ്പെടുകയും, R2 ഉണ്ടെങ്കിലേ P1 എന്ന് പറഞ്ഞ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. P2 ആണെങ്കിൽ R2നെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. R1 എന്ന് പറഞ്ഞ റിസോഴ്സ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ P2 എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു ലോക്ക് അവിടെ വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ. P1, P2 എന്ന് പറയുന്ന പ്രോസസ്സുകളാണ്, R1, R2 എന്ന് പറയുന്ന റിസോഴ്സുകളാണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. P1 എന്ന് പറയുന്ന പ്രോസസ്സ് R1 എന്ന് പറയുന്ന റിസോഴ്സിനെ യൂസ് ചെയ്യുകയാണ്. അതേസമയം തന്നെ R2നെ കൂടെ കിട്ടിയെങ്കിലേ P1 എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ P2 എന്ന് പറയുന്ന പ്രോസസ് R2നെ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ P2ന് R1 കൂടെ കിട്ടിയെങ്കിലേ P2ന്റെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ട് പ്രോസസ് സ്ട്രക്കായി നിൽക്കുന്നില്ലേ? സോ ദാറ്റ് ഈസ് കാൾഡ് ഡെഡ് ലോക്ക്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെഡ് ലോക്ക് എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞത്. ഈ ഡെഡ് ലോക്കിന്റെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെഡ് ലോക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അൽഗോരിതം ഉപയോഗിക്കുന്നത്? ബാങ്കേഴ്സ് അൽഗോരിതം ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് ദ ഡെഡ് ലോക്ക് എന്ന് എന്ത് ചെയ്യുക? ഓർത്തുക. ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ സ്ട്രക്ക് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഡെഡ് ലോക്ക്. ഈസ് ക്ലിയർ? സോ ദ നെക്സ്റ്റ് വൺ, when you delete a file in your computer, where does it go? എല്ലാവർക്കും അറിയാവുന്നതാണ്. റീസൈക്കിൾ ബിൻ എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫയലുകൾ റീസൈക്കിൾ ബിൻ ഓർ ട്രാഷിലേക്കാണ് ഈ ഫയലുകൾ എന്ത് ചെയ്യുന്നത്? ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകൾ ട്രാവൽ ചെയ്യുന്നത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പ്രൈവറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നൺ ഓഫ് ദി എബോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ പറയാം. എന്താണ്? ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആരെന്ന് പറയുന്നത്? ലിനക്സ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഈസി ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യും. നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും എന്ത് ചെയ്യും, അതിനകത്ത് ചേഞ്ചസ് വരുത്തുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്? ലിനക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? What is bootstrapping? What is bootstrapping? Bootstrapping എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബൂട്ട്സ്ട്രാപ്പിംഗ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ബൂട്ട്സ്ട്രാപ്പിംഗ് ഈസ് കാൾഡ് കോൾഡ് ബൂട്ടിംഗ്, കോൾഡ് ഹോട്ട് ബൂട്ട്, കോൾഡ് ഹോട്ട് സ്ട്രാപ്പ്, ഹോട്ട് ബൂട്ട്. ഇതിലേതാണ്? അപ്പൊ ആൻസർ എന്താണെന്ന് വെച്ചാൽ കോൾഡ് ബൂട്ട് ആണ് ബൂട്ട്സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. റീസ്റ്റാർട്ടിംഗ് ദ സിസ്റ്റം ഫ്രം എ പവർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് റിട്ടേണിംഗ് ടു എ നോർമൽ ഫംഗ്ഷൻ ഈസ് നോൺ ആസ് കോൾഡ്. അപ്പൊ ഒരു സിസ്റ്റത്തെ റീസ്റ്റാർട്ട് ചെയ്ത് നോർമൽ ഫംഗ്ഷനേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൾഡ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു സാധനമാണ് ഹോട്ട് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് വാം ബൂട്ടിംഗ്.
എന്താണെന്ന് ചോദിച്ചാൽ ഇസ് ദ ടെക്നിക് ഓഫ് റീസ്റ്റാർട്ടിംഗ് ആൻ ആൾറെഡി ഓൺ സിസ്റ്റം. ചില സമയത്ത് സിസ്റ്റം ആൾറെഡി ഓൺ ആയിരിക്കും, അതിനെ ആയിരിക്കും എന്ത് ചെയ്ത് നമ്മൾ ഓൺ ചെയ്യാൻ നോക്കുന്നത് വിത്തൗട്ട് കംപ്ലീറ്റ്ലി ടേണിംഗ് ഓഫ്. കംപ്ലീറ്റ്ലി ടേൺ ആവാത്ത ഓഫ് ആവാത്ത സിസ്റ്റത്തെ ഉണർത്തുന്ന അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വാം ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പൊ വാം ബൂട്ടിംഗ് എന്താണ്, കോൾഡ് ബൂട്ടിംഗ് എന്താണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ആദ്യം മുതൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ നമ്മൾ കൂൾ ബൂട്ട് എന്നും അതുപോലെ തന്നെ എന്താണ് കോൾഡ് ബൂട്ടിംഗ് എന്നും അതുപോലെ തന്നെ വാം ബൂട്ടിംഗ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് പകുതി പിന്നെ ഫുള്ളായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാത്ത ഫുള്ളായിട്ട് ഓഫ് ആവാത്തതിനെ ഓൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വാം ബൂട്ടിംഗ് എന്നറിയപ്പെടുന്നത്. അപ്പൊ വാട്ട് ഈസ് ബൂട്ട് സ്ട്രാപ്പിംഗ്? ബൂട്ട് സ്ട്രാപ്പിംഗ് ഈസ് കൂൾ ബൂട്ട് ആണ്, കൂൾ ബൂട്ട്. ഓക്കെ, ഇസ് ക്ലിയർ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? അപ്പൊ നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ്. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ അതിനുള്ള ഉത്തരവുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ ഹാർഡ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ഓക്കെ, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ്. ഒരു യൂസർ ഒരു കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഇതൊരു മെഷീനുമായിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഇതിനകത്തൊരു OS ഇൻസ്റ്റാൾ ചെയ്യണം. ദിസ് OS ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനും യൂസറിനും ഇടയ്ക്ക് ഒരു ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്റർഫേസ് ബിറ്റ്വീൻ ദ ഹാർഡ്വെയർ എന്ന് ഉദ്ദേശിച്ച് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന പ്രോഗ്രാംസിന്റെ ഇടയ്ക്ക് ഒരു ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ക്ലിയർ ആണ്? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in an operating system which of the following is our CPU scheduling algorithm? കുറച്ച് അൽഗോരിതംസ് ഉണ്ട്. പ്രയോറിറ്റി അൽഗോരിതം, റൗണ്ട് റോബിൻ അൽഗോരിതം, ഷോർട്ടസ്റ്റ് ഫസ്റ്റ്, ഇവയെല്ലാം എന്താണ് ഫോളോയിങ് ഈസ് ദ CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം. CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി പ്രോസസ്സുകൾ P1, P2, P3, P4 എന്ന് പറയുന്ന എക്സെട്ര നിരവധി പ്രോസസ്സുകൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ പ്രോസസ്സുകളെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഷെഡ്യൂൾ ചെയ്യണം. അപ്പൊ ഇപ്പൊ P1 കഴിഞ്ഞിട്ടാണോ P2 വരേണ്ടത്, അല്ലെങ്കിൽ P3 ആണ് ചെറുതെങ്കിൽ P3 ആദ്യം കൊടുത്തു പിന്നെ P1 കൊടുത്തു, ഇങ്ങനെ പല കൈൻഡ് ഓഫ് ഷെഡ്യൂളുകളുണ്ട്. അപ്പൊ ഈ ഷെഡ്യൂളുകൾ കൊള്ള എക്സാമ്പിൾ ആണ് പ്രയോറിറ്റി, റൗണ്ട് റോബിൻ, ഷോർട്ടസ്റ്റ് ജോബ്. അപ്പൊ അവര് പറയുന്നു ഇവയെല്ലാം എന്താണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം. അപ്പൊ മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക പ്രോസസ്സുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഷെഡ്യൂളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് FCFS ഇതൊരു ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് SJFS എന്ന് പറയുന്നത് മറ്റൊരു ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ്. പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്, റൗണ്ട് റോബിൻ റൗണ്ട് റോബിൻ ഷെഡ്യൂൾ, മൾട്ടി ക്യൂ ഷെഡ്യൂളിംഗ്, മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ്, ഇവയെല്ലാം എന്താണ് പ്രോസസ്സുകളെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ്. ക്ലിയർ ആണേ? ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ എല്ലാവരും. അടുത്തൊരു ക്വസ്റ്റ്യൻ, which one of the following errors will be handled by the operating system? ഏതൊക്കെ എറേഴ്സ് ആണ് ആര് ഹാൻഡിൽ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ലാക്ക് ഓഫ് പേപ്പർ ഇൻ പ്രിന്റർ, കണക്ടിംഗ് ഫെയിലിയർ ഇൻ ദ നെറ്റ്വർക്ക്, പവർ ഫെയിലിയർ. നിങ്ങൾ എന്ത് പറയും? പവർ ഫെയിലിയർ, ആൾ ഓഫ് ദി മെൻഷൻഡ്. അപ്പൊ ഇത്തരമുള്ള എല്ലാ സാധനങ്ങളെയും ആൾ ഓഫ് ദി മെൻഷൻഡ് ആണ് ഇതിന്റെ ആൻസർ. കാരണം എല്ലാ ഇഷ്യൂസിനെയും ഹാൻഡിൽ ചെയ്യുന്ന ആളാര് തന്നെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. കാരണം ഞാൻ ഇച്ചിരി മുമ്പേ പറഞ്ഞു ഇതൊരു മെഷീനാണ്, ഇതൊരു യൂസറാണ്. അങ്ങനെയാണെങ്കിൽ ഈ OS ആണ് ഇവരെ തമ്മിൽ എന്ത് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന ഒരു പാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എല്ലാ എറേഴ്സിനെയും ഹാൻഡിൽ ചെയ്യുന്ന ആര് തന്നെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോ ആൾ ഓഫ് ദി മെൻഷൻഡ് ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത, ഫോർ ആൻ ഇഫക്റ്റീവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെൻ ടു ചെക്ക് ദ ഡെഡ്ലോക്ക് എന്ന് പറയുന്ന എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഇങ്ങനെ സർക്കുലർ ആയിട്ട് ബ്ലോക്ക് ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡെഡ്ലോക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. അപ്പൊ അങ്ങനെ ഒരു ഇഫക്റ്റീവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ വെൻ ടു ചെക്ക് ദ ഡെഡ്ലോക്ക്, അപ്പൊ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. എവറി ടൈം എ റിസോഴ്സ് റിക്വസ്റ്റ് ഈസ് മെയ്ഡ് അറ്റ് ഫിക്സഡ് ടൈം ഇന്റർവെൽസിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡെഡ്ലോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സോ ഇറ്റ് ഈസ് ക്ലിയർ. അപ്പൊ ഡെഡ്ലോക്ക് എന്ന് പറഞ്ഞ അവസ്ഥ മനസ്സിലായല്ലോ, സ്ട്രക്ക് ആവുന്ന ഒരു അവസ്ഥ. അപ്പൊ എവറി ടൈം എ റിസോഴ്സ് റിക്വസ്റ്റ്, ഒരു റിസോഴ്സ് റിക്വസ്റ്റ് വരുന്നതിനനുസരിച്ച് ഫിക്സഡ് ടൈം ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെഡ്ലോക്ക് ഉണ്ടോ ചെക്ക് ചെയ്യുന്നു. ആര്? ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ,
ഇൻ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ടെമ്പറേച്ചർ സെൻസിങ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ട്രാഫിക് സിഗ്നൽ മോണിറ്റർ ചെയ്യുക, ഇതൊക്കെ ഒരു റിയൽ ടൈം OSന് എക്സാമ്പിൾ ആണ്. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? എ ടാസ്ക് മസ്റ്റ് ബി സെർവ്ഡ് ബൈ ഇറ്റ്സ് ഡെഡ് ലൈൻ പീരീഡ്. ഒരു ഡെഡ് ലൈൻ പീരീഡിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? RTOS. എന്താണ്? റിയൽ ടൈം OS എന്നറിയപ്പെടുന്നത്. ഒരു ഡെഡ് ലൈൻ ഉണ്ട്, ആ ഡെഡ് ലൈനിൽ എന്ത് ചെയ്യണം? ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, അല്ലാതെ എപ്പോഴെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ പോരാ. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് കാൾഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് വേഗം പറഞ്ഞങ്ങ് പോവാണ്, കാരണം നിങ്ങൾ ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി ഇത് ഓരോന്നും എന്താണ് എന്ന്. Which of the following operating system does not support more than one program at a time? ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകളെ, അതായത് മൾട്ടിപ്പിൾ പ്രോസസ്സുകളെ സപ്പോർട്ട് ചെയ്യാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിനകത്ത് ഏതാണ്? സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചോളുക. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, DOS. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സ്റ്റാൻഡ് ഫോർ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത് DOS. ബാക്കിയെല്ലാം മൾട്ടിപ്പിൾ പ്രോഗ്രാംസിനെ സപ്പോർട്ട് ചെയ്യുന്നു. ലിനക്സ് ആയാലും വിൻഡോസ് ആയാലും മാക് OS ആയാലും എല്ലാം മൾട്ടിപ്പിൾ പ്രോഗ്രാംസിനെ സപ്പോർട്ട് ചെയ്യുന്നു. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ? എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ സോഫ്റ്റ്വെയറുകളെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. ഏതാണ്? ഒന്ന് സിസ്റ്റത്തെ ബേസ് ചെയ്തും മറ്റൊന്ന് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂസറിന്റെ നീഡിനനുസരിച്ചിട്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്? OS വരും, ലാംഗ്വേജ് പ്രോസസർ വരും, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ വരും കേട്ടോ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഓർത്ത് വെച്ചോണം, ഇതൊന്ന് പഠിച്ചു വെച്ചോണം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസർ ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാണല്ലോ നമ്മളിപ്പോ മെയിൻ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലാംഗ്വേജ് പ്രോസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പൈലർ ഒക്കെ ഇല്ലടാ. കമ്പൈലർ, ഇന്റർപ്രട്ടർ, അസംബ്ലർ ഇവയൊക്കെയാണെന്ന് പറയുന്നത്. ഇവയൊക്കെയാണെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പ്രോസസർ. What is the usage of language processor in computer? It can convert high-level languages into machine-level language. High-level language-നെ machine-level language ആക്കി മാറ്റുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? LP, അതായത് ലാംഗ്വേജ് പ്രോസസർ. അത് ഏതൊക്കെയാണ്? കമ്പൈലർ, ഇന്റർപ്രട്ടർ, അസംബ്ലർ. അസംബ്ലർ ക്യാൻ കൺവേർട്ട് അസംബ്ലി ലാംഗ്വേജ് ഇൻടു മെഷീൻ ലാംഗ്വേജ്. അസംബ്ലർ ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജിനെയാണ് മെഷീൻ ലാംഗ്വേജ് ആക്കുന്നത്. കമ്പൈലറും ഇന്റർപ്രട്ടറും ഹൈ ലെവൽ ലാംഗ്വേജിനെയാണ് മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കുന്നത്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് ഇന്റർപ്രട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പൈലർ ചെയ്യുന്നത് ഫുൾ ഒബ്ജക്റ്റ് കോഡ് കൺവേർഷൻ ആണ്. ഇന്റർപ്രട്ടർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലൈൻ ബൈ ലൈൻ കൺവേർഷൻ ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. കമ്പൈലർ ചെയ്യുന്നത് ഫുൾ ഒബ്ജക്റ്റ് കോഡ് കൺവേർഷനും ഇന്റർപ്രട്ടർ ചെയ്യുന്നത് എന്താണ്? ലൈൻ ബൈ ലൈൻ കൺവേർഷനും. രണ്ടും ചെയ്യുന്നത് എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു മെഷീൻ ലെവൽ ലാംഗ്വേജ്. അസംബ്ലർ ചെയ്യുന്നത് എന്താ? അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കുന്നു. അപ്പോ ഏതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയണം: OS, കമ്പൈലർ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോസസർ, ദെൻ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ, ബാക്കപ്പ് സോഫ്റ്റ്വെയറുകൾ ഇവയൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ഓഫ് ദി എബോ തന്നെയാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഡൗട്ട് വരണ്ട, യൂസർ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. ഇപ്പൊ ഓഫീസ്, ടാലി, എക്സൽ, പവർ പോയിന്റ്, ഫോട്ടോഷോപ്പ്, ഡേറ്റാബേസ് ആപ്ലിക്കേഷൻസ്, ഇവയെല്ലാം എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഷെഡ്യൂളിംഗ് ഈസ് റൗണ്ട് റോബിൻ ഷെഡ്യൂൾ? നമ്മൾ പറഞ്ഞായിരുന്നു ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ്സുകളെ P1, P2, P3 എന്ന് പറയുന്ന പ്രോസസ്സുകളെ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെ, അതായത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. അതിൽ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്, അതിൽ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് എന്ത് ടൈപ്പ് ഷെഡ്യൂളിംഗ് ആണ്? റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് എന്ന് വെച്ചാൽ ഒരു പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. പല എക്സാമുകൾക്കും ഇപ്പൊ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റൻ ആണ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ ഇവർ പറയുന്ന റൗണ്ട് റോബിന്റെ പ്രത്യേകത വെച്ചാൽ ഒരു ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ P1 എക്സിക്യൂട്ട് ചെയ്യാൻ, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ P1 എന്ന് പറയുന്നത് 10 മിനിറ്റ് എടുക്കുന്ന ഒരു ജോബ് ആണെന്നിരിക്കട്ടെ. ഇപ്പൊ P1 നമ്മളൊരു ടൈം സ്ലോട്ട് സെറ്റ് ചെയ്യാണ് 5 മിനിറ്റ്. അപ്പൊ P1 5 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ P2 കയറ്റും. P2 കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതിനെ കയറ്റിവിടും, P3 കയറ്റിവിടും. അങ്ങനെ ഓരോരുത്തരും 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മളെ വീണ്ടും ആരെ എക്സിക്യൂട്ട് ചെയ്തുള്ളൂ? P1 കൊടുക്കത്തുള്ളൂ. അപ്പൊ അന്നേരമേ P1 എന്ന് പറയുന്ന പ്രോസസ് എന്താവത്തുള്ളൂ? കംപ്ലീറ്റ് ആവും. ഇവിടെ P1 5 മിനിറ്റിനകത്ത് കംപ്ലീറ്റ് ചെയ്യും. ദെൻ ഈ P2, P3 കഴിഞ്ഞിട്ട് P1 അടുത്ത 5 മിനിറ്റിനകത്ത് ടോട്ടലി കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഒരു ടൈം സ്ലൈസ് വെച്ച് വർക്ക് ചെയ്യുന്ന ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് എന്തെന്ന് പറയുന്നത്? റൗണ്ട് റോബിൻ. അപ്പൊ P1 5 മിനിറ്റിനകത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് P1 എങ്ങ് എടുത്ത് മാറ്റും. ദാറ്റ് ഈസ് കാൾഡ് പ്രീഎംപ്റ്റീവ്.
പ്രീഎംപ്റ്റീവ്. നോൺ പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അവൻ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് അയാളെ മാറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് നോൺ പ്രീഎംപ്റ്റീവ്. അപ്പൊ പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഒരു പ്രോസസ്സ് ഒരു ടൈം ക്വാണ്ടം കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സിനെ ഇടും. ദാറ്റ് ഈസ് കാൾഡ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. നോൺ പ്രീഎംപ്റ്റീവിന്റെ പ്രത്യേകത എന്താണ്? ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തതിനെ ഇടത്തുള്ളൂ. ഇവിടെ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യുന്ന നോക്കത്തില്ല, ടൈം ക്വാണ്ടത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ദ ആൻസർ ഈസ് എന്താണ്? പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പേജിംഗ് ഇൻ ഓപ്പറേറ്റിംഗ്? പേജിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? പേജിംഗ് എന്താണ്? പേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറി മാനേജ്മെന്റ് സ്കീമാണ്. അതായത് മെമ്മറിയിലെ നമ്മളിപ്പോ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് പേജുകളാക്കി മാറ്റി, കണ്ടോ? പേജുകളാക്കി മാറ്റി സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഇപ്പം 4 കിലോബൈറ്റിന്റെ പേജുകളാക്കി മാറ്റി ഡിവൈഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. അപ്പോ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഡേറ്റ ഇൻ ആൻഡ് ഔട്ട് ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മെമ്മറി മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്തെന്ന് മനസ്സിലാക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്? പേജിംഗ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായോ? അപ്പോ ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സെക്ഷൻ 3 ടോപ്പിക്കിൽ കട്ട് ഓഫ് മീൻസ് ഒരു ക്വാളിഫയിങ് നേച്ചറുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഏരിയ ക്വാളിഫൈ ചെയ്യാൻ സഹായിക്കും. പാർട്ട് 4 വീഡിയോയുമായി മറ്റൊരു സെക്ഷനുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.